എല്ലാവർക്കും നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൈനിക് സ്കൂളിനെ കുറിച്ചും ന്യൂ സൈനിക് സ്കൂളിനെ കുറിച്ചും അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ചെല്ലാം സംസാരിച്ചിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ 2025-26 അക്കാഡമിക് ഇയറിലേക്കുള്ള അഡ്മിഷന്റെ നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്തതിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, ഈ സൈനിക് സ്കൂളിൽ ഫീസ് നൽകണോ വേണ്ടേ എന്നുള്ളത്. ആ സംശയം മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. പറയുകയാണെങ്കിൽ സൈനിക് സ്കൂളുകളിൽ ഫീസ് നൽകണം. അത് പല സൈനിക് സ്കൂളുകളിലും പല ഫീസ് സ്ട്രക്ചർ ആയിരിക്കും. ഇപ്പോൾ 2025-26 അക്കാഡമിക് ഇയറിന്റെ ഫീസ് സ്ട്രക്ചർ ഇതുവരെ ആയിട്ടില്ല. നമ്മൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ, അതായത് 24-25 നമ്മുടെ കഴക്കൂട്ടം സൈനിക് സ്കൂളിലെ ഫീസ് സ്ട്രക്ചർ എത്രയാണെന്ന് നോക്കാം. ഇത് ഒരു വർഷം ഏകദേശം 1,66,000 എബോവ് ആയിരിക്കും ഇതിന്റെ ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഇത് നിങ്ങളുടെ ട്യൂഷൻ ഫീ മാത്രമല്ല ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പൊ കഴക്കൂട്ടം സൈനിക് സ്കൂൾ ഒരു ബോർഡിംഗ് സ്കൂൾ ആണല്ലോ, അപ്പൊ അവിടെ നൽകേണ്ട ബാക്കി ഫീസുകളും ഉണ്ടായിരിക്കും. അതായത് ക്ലോത്തിങ് ചാർജസ്, മെസ്സിന്റെ ചാർജ്, ഡയറ്ററി ചാർജസ്, ക്ലോത്തിങ് ചാർജസ്, അതോടൊപ്പം തന്നെ പോക്കറ്റ് മണി, അങ്ങനെയുള്ള ചാർജസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഫീസ് വരുന്നത്. അപ്പൊ റെസിഡൻഷ്യൽ സ്കൂൾ ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ചാർജ് വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇതിന്റെ ഫീസ് സ്ട്രക്ചറിലേക്ക് പോവാം. അക്കാഡമിക് ഇയർ 2024-25 ഡീറ്റെയിൽഡ് ഫീസ് സ്ട്രക്ചർ നമുക്ക് നോക്കാം. ട്യൂഷൻ ഫീ എല്ലാ വിഭാഗക്കാർക്കും, അതായത് SC, ST, OEC, ജനറൽ, ഡിഫൻസ് ഫ്രം അതർ സ്റ്റേറ്റ്, അതുകൂടാതെ ജനറൽ SC ആൻഡ് ST അതർ സ്റ്റേറ്റ്സ്, ഇവർക്ക് എല്ലാവർക്കും വരുന്ന എമൗണ്ട് 1,06,294 ആണ്. അടുത്ത ഹെഡ് ഡയറ്ററി ചാർജസ് ആണ്. ഡയറ്ററി ചാർജസും എല്ലാവർക്കും സെയിം തന്നെയാണ്, അതായത് 36,875 ആണ്. അടുത്തത് ക്ലോത്തിങ് ചാർജസ് ആണ്, അതും 1,500 എല്ലാ കാറ്റഗറിക്കും സെയിം ആണ്. പോക്കറ്റ് മണി ആണെങ്കിൽ 18,500 ആണ്. ഇനി കോഷൻ ഡെപ്പോസിറ്റ് ആണ്. SC, ST കേരളയിലുള്ള SC, STക്ക് മാത്രം 1,500 ഉള്ളൂ. ബാക്കി എല്ലാ കാറ്റഗറിക്കും 3,000 ആണ് കോഷൻ ഡെപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഫീസ് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ SC, ST സ്റ്റുഡൻസിന് നൽകേണ്ടത് 1,64,669 റുപ്പീസ് ആണ്. ബാക്കി എല്ലാ കാറ്റഗറി, അതായത് OEC, ജനറൽ, ഡിഫൻസ്, അതർ സ്റ്റേറ്റ് കാൻഡിഡേറ്റ്സ് എല്ലാവർക്കും നൽകേണ്ട ഫീസ് 1,66,169 ആണ്. പിന്നെ ഈ ഫീസ് നിങ്ങൾക്ക് പേ ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലംസം എമൗണ്ട് ആയിട്ട് ഒറ്റ ടൈമായിട്ട് അടയ്ക്കാം. അത് കൊടുക്കേണ്ടത് ഓൺ ഓർ ബിഫോർ അഡ്മിഷൻ ആണ്. അങ്ങനെ വൺ ടൈം പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഹാഫ് ഇയർലി പേയ്മെന്റും അനുവദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഫസ്റ്റ് പേയ്മെന്റ് ആയിട്ട് പറയുന്നത് അഡ്മിഷൻ ഡേറ്റിൽ 1,13,022 ആണ് പറയുന്നത്. സെക്കൻഡ് പേയ്മെന്റ് അത് കൊടുക്കേണ്ടത് നവംബർ മാസത്തിനുള്ളിലാണ്, 53,147. അങ്ങനെ ഇത് കൂടാതെ ക്വാർട്ടർലി പേയ്മെന്റിന്റെ ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ട് തോന്നുന്ന അങ്ങനത്തെ ഒരു ഫീ പേയ്മെന്റ് എടുക്കാനും കൂടിയിട്ട് ഇവർ നിങ്ങൾക്കൊരു ഓപ്ഷൻ തരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ 2 ഇൻസ്റ്റാൾമെന്റ്, അതല്ലെങ്കിൽ 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണമെങ്കിലും ഫീ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇവർ തരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ സാധാരണ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് സ്കോളർഷിപ്പുകളെല്ലാം കുട്ടികൾക്ക് അവൈലബിൾ ആണല്ലോ. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്ന സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും, സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന സ്കോളർഷിപ്പുകളെല്ലാം ഉണ്ട്. അതും ഈ കുട്ടികൾക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് SC സ്റ്റുഡൻസിന്, ST സ്റ്റുഡൻസിന്, OBC സ്റ്റുഡൻസിന്, അങ്ങനെയുള്ള എല്ലാ സ്കോളർഷിപ്പുകളും നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സ്കോളർഷിപ്പ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭ്യമായിരിക്കും. ഇനി ഈ അക്കാഡമിക് ഇയറിൽ ചിലപ്പോൾ ഒരു 10% വരെയൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഫീസ് സ്ട്രക്ചറായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഇനി ഞാൻ എൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എന്നായിരിക്കും എക്സാം എന്നുള്ളതിനെ കുറിച്ചും എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെയാണ് അവിടെ പാലിക്കേണ്ട നിയമങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് ഇത് അഡ്മിറ്റ് കാർഡ് റിലീസ് ആയി കഴിഞ്ഞാൽ ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ, അതായത് കഴിഞ്ഞ വർഷം 6th-ലേക്കും 9th-ലേക്കുള്ള കുട്ടികൾക്ക് നടന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ജനറൽ ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഞാൻ ഇപ്പൊ പറഞ്ഞ ഫീസ് സ്ട്രക്ചർ ക്ലാസ് 6th-ലേക്കും 9th-ലേക്കും പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്നവരുടെ ഫീസ് സ്ട്രക്ചർ ആണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ.
അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ഫ്രം ടീം അമേസിംഗ് അക്കാഡമിക്സ്.